സ്നേഹത്തോടെ കണ്ടിരുന്ന പ്രിയപ്പെട്ട ഉമ്മ, അവരുടെ മകനുൾപ്പെടെ ബന്ധുപുത്രാദികളൊക്കെ ഈ സദസ്സിലുണ്ട്. തീർച്ചയായിട്ടും ഈ മക്കൾ പാരായണം ചെയ്തതിന്റെ പ്രതിഫലം അവരുടെയും ഖബറിൽ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. സഫീർ ഖാൻ മന്നാനിയുടെ ഉമ്മ ഉൾപ്പെടെ നമ്മുടെ ومن شر النفاثات في العقد ومن شر حاسد إذا حسد وإلى حضرات كل ولي وولية الله تعالى إنما كان من مشارق الأرض إلى مغاربها يا رب العالمين كراماتهم لديك يا رب العالمين وإلى حضرات من معتوا منا يا رب العالمين خصوصا من نويناهم يا الله واعف عنهم ونزلهم وسيخلهم يا رب العالمين ഉൾപ്പെടെയുള്ള എല്ലാം സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. തെറ്റുകളോ അല്ലാഹുവേ, അതിന്റെ മുന്നാർ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അതിന്റെ മിസ്ൽ സവാബ് എത്തിച്ചു കൊടുക്കണേ പടച്ചോനെ. അല്ലാഹുവേ, ആലി അസ്ഹാബിലേക്ക് കുടുംബത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. നിങ്ങളുടെ പ്രിയപ്പെട്ട മശായിഖന്മാർ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ അവരുടെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ബന്ധുമിത്രാദികളുടെയും കബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. വിശിഷ്യ നിങ്ങളുടെ പ്രിയ മുഹമ്മദ് അസ്ലം ആ ചിരിയും സംസാരവും നമുക്ക് മറക്കാൻ പറ്റൂല. അല്ലാഹുവേ, ആ പൊന്നുമോന്റെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ പടച്ചോനെ. വലിയ സന്തോഷമാണ് ഖബർ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. വലിയ ആഹ്ലാദം നീ ഖബറിൽ കൊടുക്കണേ അല്ലാഹ്. വലിയ ഉത്സാഹം നീ ഖബറിൽ കൊടുക്കണേ പടച്ചോനെ. അല്ലാഹുവേ, ഈ ഒരു മനോഹരമായ മജ്‌ലിസ് കണ്ട് എല്ലാ ആനന്ദവും ആ ഖബറിൽ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. സ്വർഗീയമായ വിഭവങ്ങളും സ്വർഗീയമായ ഭക്ഷണങ്ങളും സ്വർഗീയമായ അലങ്കാരങ്ങളും സ്വർഗീയമായ ആഘോഷങ്ങളും ആ പൊന്നുമോന്റെ ഖബറിലേക്ക് നീ ഇറക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അല്ലാഹുവേ, അത് ഉയർത്തി കൊടുക്കണം പടച്ചോനെ. ആയിരക്കണക്കിന് ഖത്തമുകളായി ഈ മജ്‌ലിസിന് പ്രതിഫലമാക്കാൻ എത്തിക്കണേ അല്ലാഹ്. കോടിക്കണക്കിന് സ്വലാത്തുകളായി ഈ മജ്‌ലിസിന്റെ പ്രതിഫലമാക്കാൻ എത്തിക്കണേ അല്ലാഹ്. ആ പൊന്നുമോന്റെ പൊരുത്തം നിങ്ങൾക്കെല്ലാം നൽകണം പടച്ചോനെ. ആ പൊന്നുമോന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഉസ്താദിനെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പ്രിയപ്പെട്ട ഉസ്താദിനും മക്കൾക്കും ഭാര്യക്കും ആഫിയത്തുള്ള ആയുസ് കൊടുക്കണേ പടച്ചോനെ. അല്ലാഹുവേ, ആ പൊന്നുമോന്റെ ബറക്കത്തുകൊണ്ട് ഉസ്താദിന്റെ ബാക്കിയുള്ള മക്കളിൽ വലിയ ഐശ്വര്യവും അഭിവൃദ്ധിയും റാഹത്തും റഹ്മത്തും കാവലും ഏർപ്പെടുത്തണം പടച്ചോനെ. രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ആ മക്കളുടെ കുടുംബ ജീവിതങ്ങളിൽ വളരെ ലളിതത്വം ബറക്കത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, മുസീബത്തുകളിൽ നിന്ന് ആ പ്രിയപ്പെട്ട മക്കളെ നീ കാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഉസ്താദിനും കുടുംബത്തിനും മുഹമ്മദ് അസ്ലം എന്ന പൊന്നുമോൻ ദുനിയാവിലും ആഖിറത്തിലും കാവലായി മാറണം പടച്ചോനെ. സന്തോഷമായി മാറണം റഹ്മാനെ. സംരക്ഷണമായി മാറണം പടച്ചോനെ. അല്ലാഹുവേ, 1000 ഷഹീദിന്റെ കൂലി കൊണ്ട് വലിയ സ്ഥാനത്തിലേക്ക് ആ പൊന്നുമോനെ നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ആ പൊന്നുമോനെ പ്രസവിച്ച പ്രിയപ്പെട്ട പൊന്നാര ഉമ്മ, അല്ലാഹുവേ, ആ ഉമ്മാക്ക് വലിയ ക്ഷമ കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ആ പൊന്നാര സഹോദരിക്ക് ആ പൊന്നുമോന്റെ എല്ലാ പൊരുത്തവും തൃപ്തിയും പ്രാർത്ഥനയും നീ കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഒരു കാലത്തും ആ പൊന്നുമോന്റെ പൊരുത്തക്കേടിലേക്ക് ഞങ്ങൾ ആരെയും നീ എത്തിക്കല്ലേ അല്ലാഹ്. അതിന്റെ കുടുംബത്തിൽ ഒരുപാട് പേര് ഖബറിലാണ്. പ്രിയപ്പെട്ട ഉമ്മയും വാപ്പയും പൊന്നാര ജ്യേഷ്ഠനും ഉൾപ്പെടെ അല്ലാഹുവേ, അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗം കൊടുക്കണേ പടച്ചോനെ. മനുഷ്യരാക്കി മാറ്റാൻ, മുഅ്മിനീങ്ങളാക്കി മാറ്റാൻ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. പടച്ചോനെ, ഉസ്താദിന്റെ പൊരുത്തബന്ധുവായി എല്ലാ കാലത്തും ഞങ്ങൾക്ക് നീ നസീബാക്കി തരണേ അല്ലാഹ്. പടച്ചോനെ, ഈ മക്കളുടെ കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇന്ന് ഈ മജ്‌ലിസിൽ വന്ന ഓരോരുത്തരുടെയും ബന്ധുമിത്രാദികളെ, കുടുംബങ്ങളെ, മക്കളെ, ഭാര്യ സന്താനങ്ങളെ ഒക്കെ നിന്റെ കാവലിലാക്കണേ അല്ലാഹ്. അവരുടെ കുടുംബങ്ങളിൽ നിന്നെല്ലാം വിട പറഞ്ഞു പോയവർക്ക് അല്ലാഹുവേ, ഈ
മജ്ലിസ് സ്വർഗപ്രവേശനത്തിന് നീ ഒരു കാരണമാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങൾ ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോ അസ്ലമിന്റെ ഖബറിൽ സ്വർഗീയ വിഭവങ്ങളെ നീ ഇറക്കി കൊടുക്കണേ അല്ലാഹ്, ഇറക്കി കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ സ്വർഗത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും ആ ഖബറിനകത്ത് നീ കൊടുക്കണം പടച്ചവനെ. മാരക രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഇന്നലെയും നാദാപുരത്ത് ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ ക്യാൻസർ ബാധിച്ചു മരണപ്പെട്ടു. റബ്ബേ, ഞങ്ങളുടെ മക്കളെ നീ കാക്കണം പടച്ചവനെ. മാരക രോഗം കൊടുത്ത് പരീക്ഷിക്കല്ല അല്ലാഹ്. പടച്ചവനെ, ഈ ഹിഫ്ള് പഠിക്കുന്ന മക്കളിലും ഒത്തിരി രോഗങ്ങളുള്ളവരുണ്ട് പടച്ചവനെ. നിന്റെ അപാരമായ കാവൽ കൊണ്ട് നീ അവരെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും മാരക രോഗത്തിന്റെ അണുക്കളുണ്ടെങ്കിൽ ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് നീ കരിച്ചു കളയണേ അല്ലാഹ്, നീ കരിച്ചു കളയണേ അല്ലാഹ്. ഇന്ന് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ സ്വലാത്ത് നടക്കുന്ന ദിവസമാണ് റബ്ബേ. ആ സ്വലാത്തിന് വരുന്നവർ, ആ മജ്ലിസിനെ സഹായിക്കുന്നവർ, അല്ലാഹുവേ, ആരെയും നീ കൈവിടിയല്ല റബ്ബേ. ഈ മനോഹരമായ ഖുർആൻ കൊട്ടാരത്തിന്റെ മുകൾ ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലാഹ്. ഒരുപാട് ആളുകൾ അകവടിന്ന് സഹായിക്കുന്നവരാണ്. ഒരു നാണയത്തുള്ളി പോലും നീ വെറുതെയാക്കല്ലേ അല്ലാഹ്. ജാരിയായ സുദഖയാക്കണേ അല്ലാഹ്. അവരെ രണ്ട് ലോകത്തിന്റെ സങ്കടങ്ങൾ വരുമ്പോ ഈ സ്ഥാപനത്തെ ഓർക്കാനും സുദഖ ചെയ്യാനും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ ദുആ നീ സ്വീകരിക്കണേ നാഥാ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിമശായിഖിനാ വലിഅസാതിദിനാ വലിമൻ ദഅാനാ വലിമൻ ഔസാനാ ബിദ്ദുആഇ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت التواب الرحيم. صل على النبي محمد وآله وصحبه أجمعين والحمد لله رب العالمين. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صلى على جميع الأنبياء والمرسلين والحمد لله رب العالمين.